എല്ലാവർക്കും നമസ്കാരം. വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാന പച്ചക്കറിത്തോട്ടം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെ തന്നെ ബൃഹത് പദ്ധതിയായ ഹരിത കേരള മിഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ മാലിന്യ സംസ്കരണം എന്ന ആശയത്തെ കാർഷിക മേഖലയിലെ വിഷയമാണ്. മണ്ണോട് ചേരുന്ന അവശിഷ്ടങ്ങളെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വൈഗ 2020 4ാമത് അന്തർദേശീയ ശില്പശാലയും പ്രദർശനവും 2020 ജനുവരി 4 മുതൽ 7 വരെ തേക്കിൻകാട് മൈതാനത്ത് ഉണ്ടായിരുന്നതാണ് തൃശ്ശൂർ. ജനുവരി 4 രാവിലെ 10 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് നമ്മുടെ ഗവർണറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ലൊരു പരിപാടിയാണിത്. നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതാണ്. തിരക്ക് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു. എങ്കിലും നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഒരു 300ഓളം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ പച്ചക്കറികളെ ബാധിക്കുന്ന കീടങ്ങൾ എന്തൊക്കെ, അതിനെ ഓടിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം വളങ്ങൾ ചെയ്യണം, അതുപോലെ വ്യത്യസ്തങ്ങളായ ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ നമുക്ക് വിത്തുകൾ, നമ്മൾ ഒരുപാട് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പം ഞാനതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്കത് എല്ലാവർക്കും ഉപകാരപ്പെടും. ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വൈഗയിൽ പങ്കെടുക്കാൻ പറ്റാത്ത നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ എങ്ങനെയാണ് ചെടികൾ നടണതെന്നാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അതുപോലെ തന്നെ ഇതിലെങ്ങനെ മീൻ വളർത്താം, കൃഷി ചെയ്യാം എന്നുള്ളത് കൂടെ കാണാം. ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജിന്റെ വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഫ്രിഡ്ജിന്റെ വേസ്റ്റ് അത് നമ്മൾ പ്രകൃതിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പോലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മാതൃക നമ്മൾ അക്വാപോണിക്സിൽ കൂടെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇതിൽ മത്സ്യത്തിന്റെ കൃഷി, താഴത്തെ തട്ടിൽ മത്സ്യത്തിന്റെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വളം ചെറിയ മോട്ടർ വെച്ചിട്ട് അതിന്റെ വേസ്റ്റ് മേളിലോട്ട് കയറി വരും. അത് ഇവിടെ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിവിടെ നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടുണ്ട്, സെലറി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിന് മിറ്റിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണലൊക്കെ ഉപയോഗിക്കുന്നത് മിറ്റിൽ മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പച്ചക്കറികളിൽ നിന്ന് കരകൗശല വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരക്ക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഭംഗിയുള്ള, എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതൊക്കെ കാണാനായിട്ട്. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അടിപൊളി കരകൗശല വസ്തുക്കളാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം നല്ലൊരു കർഷകനും കൂടിയാണ്. നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഫിഷ് ടാങ്കും അതുപോലെ തന്നെ അതിൻ്റെ മേലെ പച്ചക്കറി കൃഷിയും എങ്ങനെ വളർത്താം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്റ്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് സംസാരിച്ച് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ വെച്ചിട്ട് ഇത്രയും ഭംഗിയിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയ മാളക്കാരനെ ഇദ്ദേഹത്തിന് ഒരുപാട് നമ്മൾ അഭിനന്ദനങ്ങൾ പറയേണ്ടതാണ്. ഇനിയുണ്ടല്ലോ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറി കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളെ എന്നേക്കുമായിട്ട് എങ്ങനെ ഓടിക്കാം എന്നുള്ളതാണ്. ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെ കൊടുക്കാനുള്ള പച്ചക്കണിയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതായത് വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയിട്ടുള്ള ജീവികളെ കൊടുക്കാനായിട്ട് മഞ്ഞ പശക്കണിയും, പിന്നെ ഡുറ്റ ശലഭങ്ങളെ കൊടുക്കാനായിട്ട് കറുപ്പ് പശക്കണിയും, ഇലപ്പേന കൊടുക്കാനായിട്ട് നീല പശക്കണി, ഇങ്ങനെയുള്ള പശക്കണികൾ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ പയറിൻ്റെ ഇലേനെ ബാധിക്കുന്ന തുരുമ്പ് രോഗം, പിന്നെ തക്കാളിനെ ബാധിക്കുന്ന ബാക്ടീരിയ, പിന്നെ പയറിനെ ബാധിക്കുന്ന വേറൊരു രോഗമാണ് കരിവള്ളി രോഗം. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ, അത് തടയാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ഇടാമെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് കാണാവുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഒരു മാജിക്കൽ ഫ്രൂട്ടിൻ്റെ വിത്ത് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ആ ചെടി ഞാനിവിടെ കണ്ടു പഴമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ അടുത്തുണ്ടല്ലോ വ്യത്യസ്തമായ പലതരം ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. ചെടികളും അല്ല, അവിടെ വലിയൊരു ഗാർമെന്റ് ഓൾറെഡി ഉണ്ട്. കേട്ടല്ലോ. അപ്പോൾ ഇവരുടെ അടുത്ത് വ്യത്യസ്തങ്ങളായ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ വിത്തുകളും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് വാങ്ങാവുന്നതാണ്.
ഇടുക്കിയിലുള്ളവരുടെ ഒരു സ്റ്റാളാണ്. ഇതിൽ ബീൻസ് അടക്കം 10ഓളം വിത്തുകളുണ്ട്. ആ 10 വിത്തുകൾ നമ്മൾ വാങ്ങണ സമയത്തുണ്ടല്ലോ നമുക്ക് വെളുത്തുള്ളിയുടെ വിത്തും കൂടെ കിട്ടും. അങ്ങനെ ഈ വെളുത്തുള്ളിയുടെ വിത്ത് ഈ 10 വിത്തുകളും കൂടെ നമുക്ക് 40 രൂപയ്ക്കാണ് തരുന്നത്. അപ്പോൾ നമ്മളും അത് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇല്ലാത്ത തരം വ്യത്യസ്തമായ വിത്തുകളായിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ നോക്കിയാൽ കാണാവുന്നതാണ്. പിന്നെ ഇതിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് നെല്ലിനങ്ങളുണ്ട്. അപ്പോൾ നെല്ല് താല്പര്യമുള്ളവർക്ക് ഇതിൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ആരൊക്കെയോ അന്ന് നെൽവിത്തുകളെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നെൽവിത്തുകളുടെ പേരും അതുപോലെ കോണ്ടാക്ട് നമ്പറും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ്റെ സ്റ്റാളാണ്, അതായത് കേര കോർപ്പ്. ഇവിടെ ഉണ്ടല്ലോ വ്യത്യസ്തങ്ങളായ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നീര. ഇത് അടിപൊളിയാണ്, ഞങ്ങൾ കുടിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ്. 1 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കാനുള്ള നീരാണ് ഇവിടെ തയ്യാറാക്കണത്. പിന്നെ ഇവർക്കുള്ളത് എന്താണെന്നറിയോ, നാളികേരത്തിൻ്റെ പൊടി. അതായത് നാളികേരം അതിൻ്റെ മുകളിലത്തെ ആ ചുമന്ന സംഭവമൊക്കെ കളഞ്ഞ് അത് ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് 6 മാസം വരെ കേടുകൂടാതിരിക്കും. മെഷീനിലാണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതും അതെ, നാളികേരമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒത്തിരി നല്ലതാണ്. ഇതാണ് കേട്ടോ നീര. പിന്നെ ഇവരുടെ വെളിച്ചെണ്ണ കുപ്പികളിലായിട്ടും കിട്ടും, അതുപോലെ തന്നെ കവറിലായിട്ടും കിട്ടും. അതിപ്പോൾ 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ ഉണ്ട്. കേരജം വെളിച്ചെണ്ണ എന്നാണ് അറിയണത് ഇത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് കണ്ട് തീർച്ചയായിട്ടും വാങ്ങാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് നീര ഹണി. അപ്പോൾ ഇതും വളരെ നല്ലതാണ്. പിന്നെ ഇവർക്കുള്ളത് കോക്കനട്ട് ചിപ്സും കരിപ്പെട്ടി ശർക്കരയും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനുണ്ടല്ലോ, നമ്മുടെ കൂടെ കൂണിൻ്റെ വിത്തും കൊണ്ട് വന്നതാണ്. ഇവർക്ക് കൂൺ കൃഷിയുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിൽ വിശദമായിട്ട് പറയാം. ഉണ്ടല്ലോ മണ്ണിര കമ്പോസ്റ്റ്. ഇതാണ് അവർ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ്. നമുക്ക് വളരെ വ്യത്യസ്തം അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അതായത് നമ്മൾ സാധാരണ വാങ്ങണ ടിഷ്യൂ വാഴ ഉണ്ടല്ലോ, ഈ ടിഷ്യൂ വാഴ എങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് ഇവർ കാണിക്കുന്നുണ്ട്. അത് വിശദമായിട്ട് പറയണമുണ്ട്. അതായത് നമ്മൾ നല്ല മുന്തിയ ഇനം വാഴ തിരഞ്ഞെടുക്കണം ടിഷ്യൂ വാഴ തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ആ വാഴയുടെ സെൻട്രൽ ബഡ് എടുത്തിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ ചെയ്തൊരു പാത്രത്തിലാക്കി വയ്ക്കും. അതിന് ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഇനീസിയേഷൻ സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ 3 ആഴ്ച കഴിയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ്, അതായത് ഇനീസിയേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്താണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ്. ഒരു സെൻട്രൽ ബഡ് ഇട്ട് കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ കുറേ ആയിട്ട് മാറും, ഒരുപാടായിട്ട് മാറും അത്. അതിനുശേഷം പിന്നെ റൂട്ടി മീഡിയയിലോട്ട് മാറ്റും. ഈ റൂട്ടി മീഡിയയിലോട്ട് മാറ്റുമ്പോൾ അതിൽ ഒരുപാട് റൂട്ടുകളൊക്കെ വരും. അതിനുശേഷം മാത്രമാണ് അത്രേ പുറത്തെടുക്കുകയുള്ളൂ. പുറത്തെടുത്തതിന് ശേഷം അവർ ചകിരിച്ചോറും ചാണകപ്പൊടി മണ്ണൊക്കെ ഉള്ള മിക്സിലേക്ക് നടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും കൂടെ വലുതായി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പറിച്ച് നടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘട്ടങ്ങൾ എന്നാണ് പറയണത്. അത് വളരെ അതിശയമായി തോന്നി എനിക്ക്. അപ്പോൾ നമ്മൾ നല്ല വാഴ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ എന്നാണ് പറയണത്. ടിഷ്യൂ വാഴയിൽ എല്ലാ തരം വാഴയും ചെയ്യുന്നുണ്ട്, അതുപോലെ കറ്റാർ വാഴ, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവർ പറയണത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മുന്തിയ വാഴകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യണം. മദർ പ്ലാന്റ്സ് ആണ് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും വാഴയിൽ എടുക്കാൻ പാടില്ല. വലിയ കൊല, നല്ല ഡിസീസ് ഫ്രീ എല്ലാം ആയിട്ടുള്ള കൊലയെന്നേ എടുക്കാവൂ. കാരണം ഈ ഒരെണ്ണത്തിൽ നിന്ന് 2000 വരെ ഉണ്ടാവുന്നുണ്ട്. ഇത് എത്ര ഇതിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഇതിൻ്റെ പെഡിഗ്രീ, ക്വാളിറ്റി പ്ലാന്റ് സെലക്ഷനിലാണ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നിട്ട് നമ്മൾ സാധാരണ ഇവിടെ ഷുഗർ വള്ളി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ഷുഗർ വള്ളിയുടെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിടുമ്പോൾ അമൃതം വള്ളി എന്നാണ് നമ്മളതിന് പറയുന്നത്. ഇതും അത് ഒന്നാണോ എന്ന് നമുക്ക് നോക്കാം. അത് ഷുഗർ വള്ളി ഷുഗർ വള്ളി എന്ന് പറഞ്ഞാൽ ഇത് നടന്നേ ഷുഗർ വള്ളി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഷുഗറിന് ഉപയോഗിക്കുന്നതാ. ഷുഗറിന് ഇതിപ്പോ എങ്ങനെ? ഇത് 1 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്യാം, എന്നിട്ട് ചതയ്ക്കാം, എന്നിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലിടുക, എന്നിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കാം. അങ്ങനെ 1 ആഴ്ച കുടിച്ചതിന് ശേഷം ഈ ഷുഗറും ചെക്ക് ചെയ്താൽ
ഷുഗർ കുറയുണ്ടോ കൂടുതലുണ്ടോ? പരിചയപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ഒരു കോഴിക്കൂടാണ്, ഒരു വ്യത്യസ്ത തരം കോഴിക്കൂട്. അതായത് ഒരേ സമയം 8 കോഴികൾക്ക് നിൽക്കാം. അതിൽ തീറ്റ ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ അതുങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് പോകും. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് നമ്മൾ അവിടെ വെള്ളം വെക്കാനായിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളം വരും. അപ്പോൾ നമ്മൾ കൈ തൊടുന്ന സമയത്ത് കോഴികൾക്ക് മനസ്സിലാവും വെള്ളം വരുന്നു. അപ്പോൾ അതുങ്ങൾ അതിന്ന് തന്നെ കുത്തി കുടിക്കും. പക്ഷെ നമ്മൾ തൊടുന്ന സമയത്ത് നമ്മളെ കുത്തുട്ടോ, എനിക്കൊരു കുത്ത് കിട്ടി. ഇവർക്ക് അത് അറിയാം, അല്ലെങ്കിൽ ഇവരേനെ ആ കോഴിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവർ അവിടെ വെള്ളം തുറക്കുന്ന സമയത്ത് ഇവരെ കുത്തണില്ല. പക്ഷെ നമ്മളപ്പോൾ അതിലെന്തെങ്കിലും ഇതുണ്ടാവും, അതറിയില്ല. പിന്നെ ഉണ്ടല്ലോ, ചക്കയുടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ പഴുത്ത ചക്ക ഉണ്ടല്ലോ, അത് വറുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ചക്ക ഹൽവയും കേക്കൊക്കെ ടേസ്റ്റ് തന്നെയാണ്. എന്നാലും അതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് പഴുത്ത ചക്ക വറുത്തിട്ടുള്ളത്. കറി ലീവ്സ് ഉണ്ടല്ലോ, അത് ഉണക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അതിൻ്റെ മണവും ഗുണവും നഷ്ടപ്പെടാതെ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. വയനാട്ടിൽ തന്നെ 200 ഏക്കർ സ്ഥലത്ത് 3 സ്ഥലങ്ങളായി കൃഷി ചെയ്ത് വരുന്നതാണ്. 3 സ്ഥലങ്ങളായിട്ട് 200 ഏക്കർ സ്ഥലത്ത് 80ഓളം കർഷകരുണ്ട്. ഇതൊരു നബാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഗ്രാമപ്പൊടീസ് ഓർഗനൈസേഷൻ 107 കർഷകർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇനി വ്യത്യസ്തങ്ങളായ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ്. അപ്പോൾ വൈഗയിൽ പങ്കെടുക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഇത്രയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കാണണം. അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, വരാൻ പറ്റുന്നവരൊക്കെ വരണം, ഇതിൽ പങ്കെടുക്കണം. ഒരു നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.